Welcome to CSIR JRF Net Physical Science class. Electronics topic we continue. Today, the class E4, that is about junction diode. നമ്മൾ CSIR JRF നെറ്റിൻ്റെ ക്ലാസ്സാണ് പറയുന്നത് ഇലക്ട്രോണിക്സ്. അതിൽ E4 എന്നുള്ള ക്ലാസ് പി ജംഗ്ഷൻ ഡയോഡാണ്. ക്രിസ്റ്റൽ ഡയോഡ് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇവിടെ പറയുന്നത്. ഒരു പി ജംഗ്ഷൻ ഡയോഡ്, ഒരു ക്രിസ്റ്റൽ ഡയോഡ്, അതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫിഗർ ഷോസ് ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ and also the constructional feature of a p junction diode. In a p junction diode, there is a p section at one side and a section on the other side. You know, there are two types of semiconductor: p type semiconductor, n type semiconductor, acceptor type, donor type, or we say positive type, negative type. Two semiconductors, extrinsic, p type and n type joined together. It is called a p junction. So the first figure A represents the constructional feature of a diode, crystal diode, and the second figure shows a symbol, anode and cathode, arrowhead and a bar. Arrowhead is always positive anode and bar is negative cathode. This is the symbol and also the constructional feature. What is a p junction diode? P junction diode. When a p-type semiconductor is brought into contact with the n-type semiconductor, the contact surface of formed is called a p junction. In practice, a p junction is made using a single crystal by changing the doping impurities from donor to acceptors during the growth of the crystal. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കണ്ടാൽ തോന്നും നമുക്ക് പറയാൻ പറ്റും പി ടൈപ്പ് എൻ ടൈപ്പ് മെറ്റീരിയൽ കൂട്ടി യോജിപ്പിച്ചതാണെന്ന്. അങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റത്തില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഒരേ സിലിക്കൺ വേഫറിൽ ഒരു ഭാഗത്ത് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി ചേർക്കും, ആഴ്സനിക് ആൻറ്റിമോണി പോലുള്ള ഇമ്പ്യൂരിറ്റി ചേർക്കും, മറ്റേ ഭാഗത്ത് വേറൊരു ഭാഗത്തായിട്ട് പിന്നെ ഈ ഗാലിയം അല്ലെങ്കിൽ ബോറോൺ പോലെയുള്ള ട്രൈവാലൻ്റ് അക്സെപ്റ്റ് ഇമ്പ്യൂരിറ്റി ചേർക്കും. അങ്ങനെ ഒരേ പീസിലാണ് ഈ പി ജംഗ്ഷൻ ഉണ്ടാക്കുന്നത്, അല്ലാതെ രണ്ട് സെപ്പറേറ്റ് സെമി കണ്ടക്ടേഴ്സ് കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിലല്ല. N side has more electrons and P side has more holes. When the junction is formed, they diffuse in all directions. A few diffuse across the junction. Each time an electron crosses the junction, positive ion is created in the N type and negative ion in P type. When sufficient pairs, അതായത് നമ്മളൊരു പി ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ഈ എന്നും പിയും തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, ഇലക്ട്രോണും ഹോളും തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടാകും. ഹോള് എൻ റീജിയനിലേക്ക് പെനട്രേറ്റ് ചെയ്യും, അതുപോലെ എൻ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്ക് പെനട്രേറ്റ് ചെയ്യും. വെൻ സഫീഷ്യൻറ്റ് അയൺ പെയേഴ്സ്, അങ്ങനെ അയൺ പെയേഴ്സ് ഉണ്ടാകും. അങ്ങനെ സഫീഷ്യൻറ്റ് അയൺ പെയേഴ്സ് ഉണ്ടാകുമ്പോൾ വെൻ സഫീഷ്യൻറ്റ് അയൺ പെയേഴ്സ് ആർ ക്രിയേറ്റഡ് ലൈക്ക് ദിസ്, ദർ ഇസ് എ നെറ്റ് പോസിറ്റീവ് ചാർജ് ഓൺ എൻ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ പി സൈഡ്. ദീസ് ചാർജസ് ആക്ട് എസ് എ ബാരിയർ. ഇങ്ങനെ ചാർജ് പെനട്രേറ്റ് ചെയ്താൽ ഒരു ചെറിയ സ്ഥലത്ത് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടാകും. ദീസ് ചാർജസ് ആക്ട് എസ് എ ബാരിയർ ഫോർ ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഈസ് കോൾഡ് എ പൊട്ടൻഷ്യൽ ബാരിയർ. അതായത് ചാർജ് ഹോള് ഒരു സൈഡിലേക്കും എൻ ഓപ്പോസിറ്റായിട്ട് പെനട്രേറ്റ് ചെയ്ത് രണ്ടും കൂടി ചേർന്ന് ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാകും, ഹോളിൻ്റെയും ഇലക്ട്രോണിൻ്റെ എഫക്റ്റ് ഇല്ലാത്ത. അതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ റീജിയൻ, പൊട്ടൻഷ്യൽ ബാരിയറാണത്. ആൻഡ് ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ ഇസ് അബൌട്ട് 0.7 to 0.3 volt. 0.7 volt in silicon diode and 0.3 volt in germanium diode. A thin layer on each side of the junction has no free electrons or holes. This thin layer is depleted of free charges and is called depletion layer. അപ്പോൾ ചാർജ് പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് രണ്ട് ചാർജിൻ്റെയും എഫക്റ്റ് ഇല്ലാത്ത, രണ്ട് ചാർജും ഇല്ലാത്തൊരു ലെയർ ഉണ്ട്. ആ ലെയറിനെ വിളിക്കുന്ന പേര് ഡിപ്രഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്രഷൻ റീജിയൻ. അത് വളരെ തിന്നാണ്. ഇറ്റ്സ് വിഡ്ത്ത് ഈസ് അബൌട്ട് 5 micrometer. ഡിപ്രഷൻ റീജിയനിൻ്റെ തിക്നെസ് ഒരു 5 micrometer വരികയുള്ളൂ. For further flow of electrons through the junction, external PD must be applied. ഡിപ്ലീഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറണ്ട് അതിനകത്ത് ഒഴുകണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കണം. അപ്പോൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയസിങ് ആൻഡ് റിവേഴ്സ് ബയസിങ്. ദി ആപ്ലിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എക്സ്റ്റേണൽ ഈസ് കോൾഡ് ഫോർവേഡ് ബയസിങ് ആൻഡ് റിവേഴ്സ് ബയസിങ്. യു സീ ദ ഫിഗർ ഓഫ് ഫോർവേഡ് ബയസിങ്. ഒരു പി ജംഗ്ഷൻ കാണിച്ചിരിക്കുകയാണ്. ബാറ്ററി പോസിറ്റീവ് പിയിലേക്ക് കൊടുക്കുന്നതാണ് ഈ ഫോർവേഡ് ബയസ്. Connecting a cell to P junction is called biasing. If the positive
terminal of the cell is connected to p-type and negative to n-type. It is called forward biasing as shown in figure A. This is figure A. Applied PD reduces the potential barrier. Width of depletion layer is decreased. The junction offers a very low resistance called forward resistance. Current flows through the junction in the external circuit. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ നേർത്ത് പോകും. ഒരു നേർത്താലും ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് ഫോർവേഡ് റെസിസ്റ്റൻസ് പറയും. കറണ്ട് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഈ ഫോർവേഡ് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യും. ഇനി റിവേഴ്സ് ബയസിങ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ആ ബാറ്ററി പൊളാരിറ്റി മാത്രം മാറ്റിയാൽ മതി. The positive terminal of the cell is connected to the n-type and negative terminal to p-type. This is called reverse biasing. Reverse biasing, it is shown in the figure. Due to reverse biasing, the potential barrier is increased. The width of the depletion layer is increased. The junction of its high resistance called reverse resistance. No current flows in the circuit. അപ്പോൾ നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ വലുതാകും, അവിടെ റെസിസ്റ്റൻസ് കൂടും. ആ റെസിസ്റ്റൻസ് റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഇത് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഡയോഡിന് ആകെ ഒറ്റ ആക്ഷനിൽ കേട്ടോ, ഓർത്തോളാം. ഇറ്റ് ആക്ട്സ് ആസ് എ ക്ലോസ് ടു സ്വിച്ച് വെൻ ഫോർവേഡ് ബയസ്ഡ്, ഇറ്റ് കണ്ടക്ട്സ് കറണ്ട്. ഇറ്റ് ആക്ട്സ് ആസ് എൻ ഓപ്പൺ സ്വിച്ച് വെൻ ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. ഒരു ക്രിസ്റ്റൽ ഡയോഡ് കണ്ടക്ടർ ആകും ഫോർവേഡ് ബയസ് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകും. ഇൻസുലേറ്റർ ആകും റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ കറണ്ട് ഒഴുകില്ല. അത്ര ഓർത്താൽ മതി. ഒരു ക്ലോസ്ഡ് സ്വിച്ച്, ഓപ്പൺ സ്വിച്ച് ബ്രേക്കാണ്. ഇനി അടുത്ത ഒരു കർവുണ്ട്. ഒരു കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നെറ്റിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കർവാണ്. അതിനെക്കുറിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കാം എന്താണെന്ന്. വോൾട്ടാമ്പിയർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ്, വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി ജംഗ്ഷൻ ഡയോഡ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കർവ്. ഒരു ഡയോഡിനകത്ത് ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസിലും, ബയസിങ് മനസ്സിലായാലും, ബാറ്ററി കൊടുക്കുന്നതാണ് ബയസിങ് എന്ന് പറഞ്ഞാൽ. ട്രാൻസിസ്റ്റർ ആയാലും ഡയോഡായാലും ബാറ്ററി കൊടുക്കുന്നതിന് ബയസിങ് എന്ന് പറയും. അപ്പോൾ ഒരു ഡയോഡിൽ കറണ്ട് ഫോർവേഡ് ബയസിലും റിവേഴ്സ് ബയസിലും എങ്ങനെ ഒഴുകുമെന്ന് പറയുകയാണ്. The circuit diagram used to draw the VI characteristics of a p junction diode is shown in the figure. D is the p junction diode. B voltmeter. അടുത്ത പടത്തിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ലാബിൽ ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ തയ്യാറാക്കുന്ന ഒരു സർക്യൂട്ടാണ്. ആ D ആണ് ഡയോഡ്, അതിൻ്റെ മുകളിൽ വോൾട്ട്മീറ്റർ, പിന്നെ ഒരു മില്ലിയാമീറ്റർ, റിയോസ്റ്റാറ്റ്, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ ബാറ്ററി വെച്ച് കൊടുക്കും. ബാറ്ററി പൊളാരിറ്റി തിരിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ബേസ്ഡ് ആകും. കിട്ടുന്ന കർവ് ഇതാണ്. കർവ് കുറച്ച് ചെറുതായിട്ടാണ് വരച്ചിരിക്കുന്നത്, കുറച്ചൊരു വ്യക്തമായിട്ടുള്ള പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോർവേഡ് CHSൽ നമ്മൾ X ആക്സിൽ VF, Y ആക്സിൽ IF ഫോർവേഡ് കറണ്ട് എടുക്കും. ഫോർവേഡ് വോൾട്ടേജ്, ഫോർവേഡ് കറണ്ട്. അപ്പോൾ അവിടെ ആ കറണ്ട് ക്രമേണ പിന്നെ ഉയരും, ഒരു VK എത്തും, പിന്നെ കറണ്ട് പെട്ടെന്ന് കൂടും. ഇപ്പോഴത്തെ റിവേഴ്സ് ബയസ് അവിടെ X ആക്സിൽ VR റിവേഴ്സ് വോൾട്ടേജ്, Y ആക്സിൽ IR റിവേഴ്സ് കറണ്ട്. ആ റിവേഴ്സ് കറണ്ട് ഇല്ല, കാര്യമായിട്ടില്ല. അപ്പോൾ ഒരു വോൾട്ടേജ് വരെ VZ വരെ കറണ്ട് തീരെ കുറവാണ്, പെട്ടെന്ന് അത് ഇൻക്രീസ് എന്ന് കാണാം. അപ്പോൾ രണ്ട് വോൾട്ടേജ് ഇവിടെ ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് VK നീ വോൾട്ടേജ്, അത് ഫോർവേഡ് CHSലാണ്. മറ്റേത് VZ സെനർ വോൾട്ടേജ് എന്ന് പറയും, അത് റിവേഴ്സ് CHSലാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്താണ്, എവിടെയാണ് സെനർ വോൾട്ടേജ്, എവിടെയാണ് നീ വോൾട്ടേജ്, KNW നീ വോൾട്ടേജ് എന്നൊക്കെ ചോദിക്കാവുന്നതാണ്. In which part of the characteristics we see knee voltage? We say in forward characteristics. So we say forward characteristics, forward bias. When the cell is connected as shown in the figure, the P junction is said to be forward biased. Here the positive terminal of the cell is, these are all details, just read. Here the positive terminal of the cell is connected to P-type and negative terminal of the cell to N-type. The potential barrier is reduced.
junction offers low resistance called forward resistance. By adjusting the rheostat RH, the voltage is gradually increased, noting each time in the millimeter reading. മില്ലി അമീറ്ററാണ് ഇപ്പോൾ പിടിപ്പിക്കുന്നത്. A graph is drawn by taking voltage along x-axis and current along y-axis as shown in figure B. When the forward voltage is small, the current flowing is zero because the applied voltage is used to overcome the potential barrier. ആദ്യം കറണ്ട് വളരെ കുറവാണ്, ഒരു 0.7 വോൾട്ട് വരെ സിലിക്കൺ ഡയോഡിൽ. കറണ്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് when the applied voltage exceeds the potential barrier, which is 0.3 for germanium and 0.7 volt for silicon. There is a sharp increase in current if the voltage is increased further. വോൾട്ടേജ് കൂട്ടിയാൽ ആ ന്യൂ വോൾട്ടേജ് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കറണ്ട് കൂടുന്നത് കാണാം. The voltage at which current starts rising in the forward characteristics is called new voltage, KNW voltage. Reverse bias. When the positive terminal of the cell is connected to N-type and negative terminal to P-type, the P junction is said to be reverse biased. The width of the depletion region is increased. The junction offers high resistance to the current. The resistance offered by junction is called reverse resistance. A small current measured in microampere. അപ്പോൾ ഈ തിയറട്ടിക്കലി റിവേഴ്സ് ബയസിൽ ഈ ജംഗ്ഷൻ ഈ ക്രിസ്റ്റൽ ഡയോഡ് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് തിയറട്ടിക്കലായിട്ട് പറഞ്ഞാൽ. എന്നാൽ പ്രാക്ടിക്കലി ഒരു ഫീബിൾ കറണ്ട് ഉണ്ടാകും. അത് മൈക്രോ അമ്മീറ്റർ വെച്ചാണ് അളക്കുന്നത്. വളരെ ചെറിയ കറണ്ടാണ്. ഇത് ഉണ്ടാകാനുള്ള കാരണം അതിനകത്ത് ചില മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട്, അതാണ്. എ സ്മോൾ കറണ്ട് മെഷേർഡ് ഇൻ മൈക്രോ ആംപിയർ മ്യൂ എ flows through the circuit and is called reverse current. The current is due to free electrons in p-type and semiconductor which are very few in number and are called minority carriers. Minority carriers എന്ന് പറയുന്ന p-type ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി കാരിയർ. n-type ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയർ. ആ മൈനോറിറ്റി കാരിയറിൻ്റെ കൂടുതലുള്ളത് ഇപ്പോൾ n-type ഇലക്ട്രോൺസ് കൂടുതൽ, അവിടെ ഇലക്ട്രോൺ മെജോറിറ്റി കാരിയറാണ്. ഏതാനും ഹോൾസ് കാണും n-type, അതിനാണ് മൈനോറിറ്റി കാരിയർ. ഈ മൈനോറിറ്റി കാരിയർ കറണ്ടാണ് ഈ മൈക്രോ ആംപിയർ നമ്മൾ ആക്കുന്നത് റിവേഴ്സ് കറണ്ടായിട്ട്. ദ മൈനോറിറ്റി കാരിയേഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രേക്കിംഗ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. When reverse voltage is increased gradually, the reverse current increases and reaches a maximum. Then remains constant till voltage V is reached. അത് ക്രമേണ ഒന്ന് ചെറുതായിട്ട് കൂടും, എന്നിട്ടൊരു പ്രത്യേക വാല്യൂ പോയി നിൽക്കും. At this critical voltage called CSIR voltage. CSIR voltage എത്തുന്ന വരെ കറണ്ട് വളരെ ഫീബിളായിട്ടാണ് കാണിക്കുന്നത്. ദ റിവേഴ്സ് കറണ്ട് CSIR വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ the reverse current increases suddenly. ആ ജംഗ്ഷൻ ബ്രേക്സ് ഡൗൺ. ഇപ്പോൾ CSIR വോൾട്ടേജ് കടക്കാനും പാടില്ല. അവിടെ എത്തിയാൽ അത് കഴിഞ്ഞാൽ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകും. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ പി എൻ ജംഗ്ഷൻ ക്രിസ്റ്റൽ ഡയോഡിൻ്റെ പ്രവർത്തനം നിലക്കുമെന്നാണ്, അത് ഡാമേജഡ് ആകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ CSIR ബ്രേക്ക് ഡൗൺ സംഭവിക്കാതെ നോക്കണം. പ്രത്യേകം പ്രൊട്ടക്റ്റിംഗ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഈ CSIR വോൾട്ടേജിന് അപ്പുറത്ത് കിടക്കാതെ നോക്കണം. ദ റിവേഴ്സ് കറണ്ട് increases because of the voltage is increased. The kinetic energy of minority electrons increases. They knock out electrons from other atoms. The action is cumulative and thus the number of electrons increases quickly and the reverse current also rises suddenly. Junction will break down in this case. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ഈ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് മൾട്ടിപ്പിൾ ചൂസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ചോദിക്കും. സാധാരണ ക്വസ്റ്റ്യൻ ഇതാണ്, വിത്ത് സർക്യൂട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ് ദി എക്സ്പെരിമെൻറ്റ് ടു ഡ്രോ ദി VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റൽ ഡയോഡ്. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഒരു സർക്യൂട്ട് തന്നിട്ട് ഏതെങ്കിലും എലമെൻറ്റ് മിസ് ചെയ്യും, ആ മിസ്സിംഗ് എലമെൻറ്റാണ് ചോദിക്കുക. ഇനി അടുത്തത് വാട്ട് ഈസ് എ പി ജംഗ്ഷൻ ഡയോഡ്, ഡ്രോ ദി സിംബൽ. ഇപ്പോൾ സിമ്പിൾ വരച്ച് കാണിക്കാൻ പറയും, അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് എന്താണ്, റിവേഴ്സ് ബയസ് എന്താണെന്ന് കാണിക്കാൻ പറയും. അപ്പോൾ 3-4 പടം തരും, ഏതാണ് റിവേഴ്സ് ബയസ് എന്ന് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ് ഓഫ് ക്രിസ്റ്റൽ ഡയോഡ്. ഡിഫൈൻ ഈ വോൾട്ടേജ് ആൻഡ് CSIR വോൾട്ടേജ്.
അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്കാണെങ്കിൽ ഈ ഒരു ഗ്രാഫ് തരും, അതിൽ ന്യൂ വോൾട്ടേജിൻ്റെ പൊസിഷൻ അതിൽ മൂന്നാളുടെ മാർക്ക് ചെയ്യും, എ ബി സി ഡി, എ ആണോ ബി ആണോ സി ആണോ നമ്മൾ പറയേണ്ടി വരും. ഡ്രോ ദി വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സൽ ഡയോഡ്. ഒരു എക്സൽ ഡയോഡിൻ്റെ വോൾട്ട് ആംപിയർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക, പി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. അത് ഒന്നുകൂടി കുറച്ചുകൂടി കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് വലുതാക്കി വരച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന ഫോർവേഡ് ബയസിൻ്റെ ഗ്രാഫാണ്. ഫോർവേഡ് കറണ്ട് തീരെ കുറവാണ്, ഒരു 0.7 വോൾട്ട് വരെ സിലിക്കണിന്. അത് കഴിഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഫോർവേഡിൻ്റെ സർക്യൂട്ടാണ് ആ മുകളിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സാണ് ഇവിടെ. ആ റിവേഴ്സ് കറണ്ട് വളരെ ഫീബിളാണ്. അത് മൈക്രോ ആംപിയറാന്ന് ഓർക്കണം. ഈ രണ്ട് സ്കെയിലാണ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡിഫറൻറ്റ് സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ് സൈഡിൽ കറണ്ട് മില്ലി ആംപിയറാണ്, ലെഫ്റ്റ് സൈഡിൽ കറണ്ട് മൈക്രോ ആംപിയറാണ്. അപ്പോൾ ഡിഫറൻറ്റ് സ്കെയിലാണ് ഇത് വരയ്ക്കുന്നത്. ഇപ്പോൾ റിവേഴ്സ് ബയസാണ് ആ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും, ജംഗ്ഷൻ ബ്രേക്സ് ഡൗൺ. That is all with your fourth lecture on net electronics. Thank you very much.